told your friend you're not okay? And tell me what's wrong and why you never said you felt that way. ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളൊരു പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. ഞാനിപ്പോൾ നാട്ടിലാണുള്ളത്. 4 ദിവസത്തെ എമർജൻസി ലീവായിട്ട് വന്നതാണ്. കുറച്ച് അത്യാവശ്യമായ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ശനിയാഴ്ച രാവിലെയാണ് വന്നത്. ബുധനാഴ്ച രാവിലെ മടക്കമാണ്. അപ്പം ഞാൻ കൊട്ടാരക്കരയാണ് താമസിക്കുന്നത്. ഇപ്പം ഞാൻ എത്തിയിരിക്കുന്നത് എൻ്റെ കുടുംബ വീട്ടിലേക്കാണ്. അപ്പോൾ രാവിലെ പള്ളിയിലൊക്കെ പോയിട്ട് ഇവിടെ ഞാൻ ഇരിക്കുന്ന സമയത്ത് ചെറിയൊരു വ്ളോഗ് എടുക്കാമെന്ന് തീരുമാനിച്ചു. അപ്പോൾ വീടും അവിടുത്തെ പരിസരങ്ങളും അവിടുത്തെ വിശേഷങ്ങളൊക്കെയാണ് ഈ ഒരു വ്ളോഗിൽ ഉൾപ്പെടുത്തുന്നത്. ഇപ്പം ഇവിടെ താമസിക്കുന്ന പപ്പയും മമ്മിയും പപ്പയുടെ അമ്മയാണ്, വല്യമ്മച്ചിയാണ്. 3 വരെയുള്ള അനിയൻ വേറെ വീട് വെച്ച് താമസം തുടങ്ങിയിട്ടില്ല. ഞാൻ വീട് വെച്ചിരിക്കുന്ന കൊട്ടാരക്കരയാണ്. അപ്പോൾ ഒരു കുഞ്ഞ് വീഡിയോ ആണ്. നാട്ടിലെ വിശേഷങ്ങളും വീട്ടിലെ വിശേഷങ്ങളൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. തന്നെ ഞാൻ ജനിച്ച വീടൊന്ന് കാണിക്കാം. ഇതാണ് ഞാൻ ജനിച്ച വീട്. നമ്മൾ ഓർമ്മ വെച്ച കാലം മുതൽ ഇവിടെയാണ് കഴിഞ്ഞത്. ഇപ്പോൾ കല്യാണമൊക്കെ കഴിഞ്ഞ് കുട്ടികളൊക്കെ ആയതിനു ശേഷമാണ് ഒരു പുതിയ വീട് വെച്ച് മാറിയത്. അപ്പോൾ ഈ കാണുന്ന ചെടികളൊക്കെ എൻ്റെ മമ്മി വെച്ചതാണ്. അല്ല, അപ്പോൾ ഒരുപാട് ചെടികളൊക്കെ ഉണ്ട്. അപ്പോൾ പുള്ളിക്കാരി തന്നെ ചെടിച്ചട്ടിയൊക്കെ മേടിച്ച് വെച്ച് വെള്ളമൊക്കെ നനച്ച് ഇതിനെ വളർത്തുന്നതും ഇതിനുള്ള വളമൊക്കെ ചെയ്യുന്നതും മമ്മി തന്നെയാണ്. ഇതാണ് ഞങ്ങളുടെ വീടും പരിസരമൊക്കെ. ഞാൻ വന്നപ്പോൾ ഒരു ചക്കയൊക്കെ പപ്പ റെഡിയാക്കി വെക്കുവാണ്. എല്ലാം ഇങ്ങനെ കാട് പിടിച്ച് കിടക്കുവാണ്. മഴ ആയതുകൊണ്ട് പിന്നെ വെട്ടിത്തെളിക്കാനൊന്നും ഇതുവരെ പറ്റിയിട്ടില്ല. എല്ലാം കാട് പിടിച്ച് കിടക്കുവാണ്. അത്യാവശ്യം കൃഷിയൊക്കെ നമ്മൾ തന്നെ ചെയ്യുന്നുണ്ട്. ചേനയും ചേമ്പൊക്കെ ഇവിടെ തന്നെ നട്ടേക്കുവാണ്. കപ്പ ഇവിടെ ഉണ്ട്. അതുപോലെ ഇത് പണ്ട് ഒരുപാട് കൃഷി ഉണ്ടായിരുന്നു. ആ സമയത്ത് കൃഷിക്ക് വേണ്ടിയിട്ട് നമ്മളൊരു കിണർ കുത്തിയായിരുന്നു. ആ കിണറാണിത്. ഇപ്പോൾ കുറേ നാളുകൊണ്ട് റബ്ബർ വെട്ടൊക്കെ ഒന്നുമില്ല. കാര്യം മഴയായതുകൊണ്ട് ഇപ്പം റബ്ബർ വെട്ടമൊക്കെ നിർത്തി വെച്ചിരിക്കുകയാണ്. നല്ല തണുപ്പാണ് ഇവിടെ. നേരത്തെ ഇത് മൊത്തം തെങ്ങും തോപ്പായിരുന്നു. ഏകദേശം 14,000-ഓളം തേങ്ങകൾ അടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പം തേങ്ങ കാശ് കൊടുത്ത് മേടിക്കേണ്ട ഒരവസ്ഥയാണ്. തെങ്ങുകളൊക്കെ പോയി. ഞാൻ വെച്ചൊരു തേക്കാണ്. എനിക്ക് തോന്നുന്നു 10ാം ക്ലാസ്സിലങ്ങണ്ട് പഠിച്ചപ്പോൾ വെച്ചതാണെന്ന് തോന്നുന്നു. പിന്നെ 2-3 തേക്കുകളുണ്ടായിരുന്നു. ആ തേക്കൊക്കെ എൻ്റെ ഒരു വീട് പണിയായ സമയത്ത് ഇതൊക്കെ മുറിച്ച് ഇവിടെ പണ്ട് തെങ്ങും അതുപോലെ തന്നെ ഈ പിന്നെന്താണ് കശുമാവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിന് ശേഷമാണ് ഞങ്ങൾ ഇപ്പോൾ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ റബ്ബർ ഇടാൻ തുടങ്ങിയപ്പോഴത്തേക്ക് റബ്ബർ ഇട്ടത്. പക്ഷേ റബ്ബർ ഇട്ടതോടുകൂടി ഇതിൻ്റെ വേരിറങ്ങി മൊത്തം തെങ്ങും അതുപോലെ തന്നെ ബാക്കിയുള്ള വൃക്ഷങ്ങളെല്ലാം നശിച്ച്. അപ്പോൾ ഈ പരിസരത്തിലെല്ലാം റബ്ബർ തന്നെ ഇട്ടിരിക്കുന്നു. വിളകളോ അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങളൊന്നുമില്ല. പിന്നെ നമുക്ക് കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് സ്ഥലം ഇട്ടിട്ടുണ്ട്. അതിൽ ആണ് ചേനയും ചേമ്പും കാച്ചിലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇഞ്ചിയൊക്കെ ചെയ്യുന്നത്. ചേനയും കാച്ചിലും ഇഞ്ചിയൊക്കെ തിന്നിട്ട് കുറേ നാളായി. ആവശ്യമുള്ള ചക്കകൾ ഇപ്പോൾ ഉണ്ട്. എല്ലാം പഴുത്ത് വീഴുവാണ്. അപ്പോൾ
നേരത്തെ പശു ഉണ്ടായിരുന്നു, പശുവിന് ഇതെല്ലാം വെട്ടിയരിഞ്ഞ് ഇട്ട് കൊടുക്കുമായിരുന്നു. പിന്നെ പ്രായമായി വയ്യാഴികയൊക്കെ ആയതോടുകൂടി നമ്മൾ പശുവിനെയൊക്കെ വിറ്റു. പശു, ആട് ഒക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ വിറ്റ്. റബ്ബറിൻ്റെ ഇടയ്ക്കെല്ലാം പോച്ച വളർന്ന് കിടക്കുകയാണ്. ഇപ്പോൾ ചെത്താനായിട്ട് ആളെ വിളിച്ച്, പക്ഷേ ഈ മഴ ആയതുകൊണ്ട് ചെത്തിയിട്ടും കാര്യമില്ല. ഞാൻ ഈ കൈതയുടെ ചെറിയ തൈകൾ കൊണ്ടുവച്ചതാണ്. അത് പിന്നെ വീണ് ഒരുപാടായി. കൈത മാത്രം ഇതിൻ്റെ ഇടയ്ക്ക് വരും. എന്താണ്ടൊരു പഴുത്ത കൈതച്ചൊക്കെ ഇരിക്കുന്നത്. പണ്ട് ഈ കൈതയുടെ ചെറിയ തൈകൾ കൊണ്ടുവച്ചതാണ്. ഇവിടെയും ആ ഒരു എൻഡിലൊക്കെ ഉണ്ട്. ഈ റബ്ബറിൻ്റെ ഇടയ്ക്ക് അതിര് സൈഡ് കൊണ്ടുവച്ചതാണ്. അതൊക്കെ അന്നോട്ട് നിൽക്കുന്നതാണ്. അതാണ്ട് ഇപ്പം നമുക്ക് നല്ല അടിപൊളി ഒരു കൈതച്ചൊക്കെ കിട്ടി. റബ്ബറിൻ്റെ ഇടയിൽ ഒരുപാട് ഈ പോച്ചകൾ വളർന്ന് കിടക്കുന്നതാണ്. ഒരുപാട് കൊതുകളുണ്ട്. അതുപോലെ തന്നെ ഈ പഴുത്ത ചക്കകളൊക്കെ വീണ് കിടക്കുന്നതാണ്. കൊതുകളെ ഭയങ്കര ശല്യം തന്നെ. ഞാനിപ്പോൾ റബ്ബറിൻ തോട്ടത്തിലേക്ക് ഇറങ്ങിയ സമയത്ത് കൊതുകളെല്ലാം കൂടെ എന്നെ ആക്രമിക്കാൻ നിൽക്കുകയാണ്. എൻ്റെ ശരീരത്തിൽ എവിടെയെങ്കിലും ഒരു സ്ഥലത്തുനിന്ന് കടിച്ചാൽ മതി, എവിടെയൊക്കെ ഈ ചുവന്ന പാടുകൾ വീഴിയും. നല്ല അലർജിയും ചൊറിയൊക്കെ തന്നെയാണ്. എന്തായാലും ചൊറി കൊണ്ടാലും കുഴപ്പമില്ല. വർഷങ്ങളിൽ അല്ലെങ്കിൽ വർഷത്തിലൊക്കെ ഒരു തവണയൊക്കെയാണ് ഇതുപോലത്തുള്ള കാഴ്ചകളും കൊതുകടിയൊക്കെ കൊള്ളുന്നത്. അപ്പോൾ നമ്മളെ ഗൾഫുകാരെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം ഫ്ലാറ്റ് ഓഫീസ് ഇത് തന്നെ ആയിരിക്കും. വീക്കെൻഡ് മാത്രം ഫ്രണ്ട്സുമായിട്ടൊന്ന് പുറത്ത് പോവുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും ബീച്ചിലേക്ക് പോവുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും റെസ്റ്റോറൻറ്റിൽ പോയി ഭക്ഷണം കഴിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു എൻ്റർടൈൻമെൻറ്റ് മാത്രമേ ഉള്ളൂ. ഇതുപോലുള്ള പച്ചിപ്പോ അല്ലെങ്കിൽ റബ്ബറും തോട്ടോ തെങ്ങും തോപ്പോ വയലേലുകളോ അല്ലെങ്കിൽ തോടോ പുഴയോ ആറോ ഒന്നും കാണാൻ നമുക്കുള്ള സാഹചര്യമില്ല. ഇതൊക്കെ കാണുമ്പോൾ മനസ്സിനൊരു സന്തോഷം തന്നെയാണ്. അതുകൊണ്ടാണ് ആൾക്കാർ വർഷത്തിൽ ഒരിക്കലെങ്കിലും വെക്കേഷൻ പോകാനായിട്ട് കിടന്ന് വെമ്പൽ കൊള്ളുന്നത്. ആ 2 മാസം അവർക്ക് എന്തോ ഒരു സ്വർഗം കിട്ടിയ കണക്കാണ്. അപ്പോൾ എന്തായാലും ഇതിൻ്റെ ഇടയ്ക്കൊക്കെ കുറേ തെങ്ങുകളൊക്കെ ഉണ്ട്. ഇപ്പോൾ തെങ്ങിൽ കയറുവാനായിട്ടുള്ള ആൾക്കാരൊന്നുമില്ല. തേങ്ങയൊക്കെ അടന്ന് വീഴുവാണ്. കുറച്ചൊക്കെ വീട്ടിൽ കിട്ടും, കുറച്ചൊക്കെ ആൾക്കാർ എടുത്തുണ്ടോ. മമ്മിക്കും പപ്പയ്ക്കും ഒട്ടും സുഖമില്ല. അവർക്ക് ഈ നിങ്ങൾക്കറിയാമല്ലോ, ഈ തെങ്ങും തോപ്പക്കും അതുപോലെ റബ്ബറും തോട്ടമൊക്കെ എന്നൊക്കെ പറയുന്നത് സ്റ്റെപ്പായിട്ടായിരിക്കും. അപ്പോൾ ഇതുപോലെ കയറി ഇറങ്ങി നടക്കാനൊന്നും ആർക്കും വയ്യ. അവരൊക്കെ പ്രായമായി. അപ്പോൾ ഇതൊക്കെ നോക്കി നടത്താനായിട്ട് ഇപ്പോൾ ആളില്ലാത്തൊരു അവസ്ഥയാണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം എല്ലാ ആൾക്കാരും പുറത്ത് ജോലിയായിട്ടും അല്ലെങ്കിൽ കുട്ടികളൊക്കെ പുറത്ത് പഠിക്കാൻ യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ പോയി കിടക്കുകയാണ്. ഒരുപാട് വീടുകളും വസ്തുക്കളൊക്കെ ഇങ്ങനെ അനാഥമായിട്ട് കിടക്കുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ എന്തായാലും ഇവിടെ നിൽക്കാൻ വയ്യ, അത്രയും കൊതുകുകളാണ്. അതുപോലെ തന്നെ ഞാൻ നല്ലോണം അയക്കുന്നുമുണ്ട്. ഇതിനിടയ്ക്കൊക്കെ നല്ല തണുപ്പും മഴയൊക്കെ തന്നെ. പക്ഷേ ഇത്രയും നടന്നപ്പോഴത്തേക്ക് നല്ല സമയം ഏകദേശം 11:30-12 മണിയോളമായി. വലിയ വിശപ്പൊന്നുമില്ല. ഇപ്പോഴാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത്. പള്ളിയിൽ പോയിട്ട് വന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിരുന്നപ്പോഴാണ് ഇങ്ങനൊരു വ്ളോഗ് എടുക്കാൻ തന്നെ തീരുമാനിച്ചത്. അപ്പോൾ ഈ കാണുന്നതൊക്കെയാണ് എൻ്റെ വീടും പരിസരങ്ങളൊക്കെ. ഇവിടെ എല്ലാം റബ്ബറാണ് ഇട്ടിരിക്കുന്നത്. അപ്പം ഇതിൻ്റെ ഇടയ്ക്കൊക്കെ കുറേ തെങ്ങുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതാണ്ട് ഇവിടെ ഒരു കിണറുണ്ട്. നേരത്തെ ഇവിടെ ഒരു വീടുണ്ടായിരുന്നു. ആ വീടൊക്കെ പൊളിച്ച് കളഞ്ഞിട്ടാണ് ഞങ്ങളിവിടെ റബ്ബർ ഇട്ടത്. അതുപോലെ തന്നെ ഈ റബ്ബറൊക്കെ വെട്ടി തുടങ്ങിയതേ ഉള്ളൂ. ഇതിന് മുന്നേ ഉള്ള റബ്ബറൊക്കെ സ്ലോട്ടറിന് കൊടുത്തു കഴിഞ്ഞു. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് നാടൻ തൈകളുണ്ട്. വീണ് കിളിച്ച നാടൻ തൈകളൊക്കെ ഉണ്ട്. ആ തൈകൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം, വലിയ തടിയുള്ള മരങ്ങളായിരിക്കും. അതൊക്കെ ഇതുപോലത്തുള്ള തടിയുള്ള മരങ്ങളൊക്കെ ആയിരിക്കും. അതിൽ വലിയ പാലോ കാര്യങ്ങളൊന്നും കിട്ടത്തില്ല. അപ്പം പിന്നെന്താണ്, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ പറയുന്നതെന്ന് വെച്ചാൽ ഒരുപാട് ആൾക്കാർക്ക് ഇതിനെക്കുറിച്ചൊന്നും അറിയാത്ത ആൾക്കാർ ഒരുപാടുള്ളതുകൊണ്ട് അതുകൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. അപ്പോൾ ചിലർ ചിന്തിക്കും ഇതൊക്കെ എവനെന്തോടെ ഇതൊക്കെ പറയുന്നത്, റബ്ബർ കാണാത്തവരാണോ അല്ലെങ്കിൽ റബ്ബറിനെ കുറിച്ച് അറിയാത്തവരാണെന്നൊക്കെ ചിന്തിക്കും. അങ്ങനെയുള്ള കമൻറ്റുകളൊക്കെ ഇടാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാനത് അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. പ്രവാസികളായ ഒരുപാട് ആൾക്കാർക്ക് ഇതൊക്കെ കാണുമ്പോൾ തന്നെ വലിയൊരു സന്തോഷം തന്നെയാണ്. കാര്യം അവരെ സംബന്ധിച്ചിടത്തോളം ഫ്ലാറ്റും ഓഫീസും അതുപോലെ തന്നെ വീക്കെൻഡ് ഏതെങ്കിലും റെസ്റ്റോറൻറ്റ് ഇതായിരിക്കും ലൈഫ്. ഒരു വർഷത്തിന് ശേഷം അല്ലെങ്കിൽ 2 വർഷത്തിന് ശേഷമൊക്കെ ആയിരിക്കും ഓരോ ആൾക്കാരൊക്കെ നാട്ടിൽ പോകുന്നത്. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനും വർഷത്തിൽ അല്ലെങ്കിൽ 2 വർഷത്തിലൊക്കെയാണ് വെക്കേഷൻ വരുന്നത്. അങ്ങനെ വല്ലപ്പോഴുമൊക്കെ കിട്ടുന്ന കാഴ്ചകളൊക്കെയാണിത്. അപ്പം ഇതൊക്കെയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം പറയാനുള്ളത്. ഒരു 3 ദിവസത്തെ വെക്കേഷന് വന്ന സമയത്ത് ഒരുപാട് മനസ്സിന് സന്തോഷം തരുന്ന കാഴ്ചകളാണ് ലഭിച്ചത്. അതൊക്കെ വീഡിയോയിൽ പകർത്തുക, എൻ്റെ യൂട്യൂബ് പ്ലാറ്റ്ഫോമിലേക്ക് അപ്ലോഡ് ചെയ്യുക. ഇതൊക്കെ തന്നെയാണ് ഉദ്ദേശം. അപ്പോൾ എന്തായാലും തിരിച്ച് വീട്ടിലേക്ക് കയറുക ഇന്ന്. അപ്പോൾ പപ്പ ഈ ഫാമിൽ നിന്ന് നാടൻ കോഴിയുടെ ഇറച്ചിയൊക്കെ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, പള്ളി പിരിഞ്ഞ് വരുന്ന സമയത്ത് അവിടെ ഒരുപാട് ബീഫിൻ്റെ സ്റ്റോളുകളുണ്ടായിരുന്നു. അപ്പോൾ ബീഫ് എപ്പോഴും കഴിക്കുന്നതുകൊണ്ട് ഞാനും അത് വേണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടുന്ന് തന്നെ പൗൾട്രി ഫാമുണ്ട്. പൗൾട്രി ഫാമിൽ തന്നെ നാടൻ കോഴിയുടെ ഇറച്ചിയും കിട്ടുന്നുണ്ട്. അവിടുന്ന് നാടൻ കോഴിയുടെ ഇറച്ചിയും ചക്കയൊക്കെ സെറ്റാക്കുവാണ്. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്കൊരു പിടി പിടിക്കണം.
അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു വീഡിയോയുടെ വിശേഷങ്ങൾ. തീർച്ചയായിട്ടും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും മനോഹരമായ ഒരു വീഡിയോയുമായി നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതായിരിക്കും. അതുവരെക്കും ബൈ.